സയ്യിദ് നസ്രല്ലയുടെ തലമുറകളുടെ ഒത്തുചേരലെന്ന പേരിൽ ലെബനനിൽ വൻ കൂട്ടായ്മ. ലെബനനിൽ ഉടനീളമുള്ള 70,000-ലധികം ഹിസ്ബുള്ള അംഗങ്ങളാണ് കൂട്ടായ്മയിൽ പങ്കെടുത്തത്. പരിപാടിയിൽ ഹിസ്ബുള്ള സെക്രട്ടറി ജനറൽ നഈം ഖാസിം സംസാരിച്ചു. നിങ്ങൾ തിളക്കമുള്ള ഭാവിയാണ്. സത്യസന്ധതയുടെയും നീതിയുടെയും തുടക്കക്കാരാണ്. സയ്യിദ് നസ്രല്ലയുടെ തലമുറയാണ് നിങ്ങൾ. പ്രതിരോധത്തിൻ്റെ പാതയിലാണ് നിങ്ങൾ. വിശാലമായ സമഗ്രമായ അർത്ഥത്തിലാണ് പ്രതിരോധമെന്ന് പറഞ്ഞത്. അതൊരു വിദ്യാഭ്യാസ, സാംസ്കാരിക, ധാർമ്മിക, രാഷ്ട്രീയ തെരഞ്ഞെടുപ്പാണ്. സ്വയവും ശത്രുവിനോടുമുള്ള പോരാട്ടമാണ് പ്രതിരോധം. രക്തസാക്ഷിയുടെ കാൽപ്പാടുകൾ പിന്തുടരുമെന്ന് കൂട്ടായ്മയിൽ പങ്കെടുത്തവർ പ്രതിജ്ഞ ചെയ്തു. 14 മാസത്തെ ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധം US-ൻ്റെ മധ്യസ്ഥതയിൽ വെടിനിർത്തലിലെത്തിയിരുന്നു. വെടിനിർത്തലിന് ശേഷവും ലെബനനിലെ ആക്രമണം ഇസ്രായേൽ അവസാനിപ്പിച്ചിട്ടില്ല. തെക്കൻ ലെബനനിൽ ജനവാസ മേഖലയിൽ ഉൾപ്പെടെ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. ഒക്ടോബർ 11 പുലർച്ചെ ഇസ്രായേൽ നടത്തിയ കനത്ത വ്യോമാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ആക്രമണത്തിൽ 7 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തെക്കൻ ലെബനൻ്റെ തലസ്ഥാനമായ ബെയ്റൂത്തിലേക്കുള്ള പ്രധാന ഹൈവേ ആക്രമണത്തിൽ തകർന്നു. ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധം ലെബനനിൽ 4,000-ലധികം ആളുകളുടെ ജീവനെടുത്തു. ഇതിൽ നിരവധി പേർ സാധാരണക്കാരാണ്. ഏകദേശം $11 ബില്യൺ മൂല്യമുള്ള നാശനഷ്ടമാണ് ലെബനനിൽ സംഭവിച്ചത്. ഹിസ്ബുള്ള ആക്രമണത്തിൽ ഇസ്രായേലിൽ 80 സൈനികർ ഉൾപ്പെടെ 127 പേർ കൊല്ലപ്പെട്ടു. വെടിനിർത്തലിന് ശേഷവും നടക്കുന്ന ഈ ആക്രമണങ്ങളെ UN മനുഷ്യാവകാശ മേധാവി അപലപിച്ചിരുന്നു. വെടിനിർത്തലിന് ശേഷം സെപ്റ്റംബർ അവസാനം വരെ ലെബനനിൽ കൊല്ലപ്പെട്ടത് 103 പേരാണെന്നും അദ്ദേഹം പറഞ്ഞു. വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും ആക്രമണങ്ങൾ തുടരുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും വിമർശനം ഉയരുന്നുണ്ട്. സെപ്റ്റംബറിൽ തെക്കൻ ലെബനനിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ 3 കുട്ടികൾ ഉൾപ്പെടെ 5 പേർ കൊല്ലപ്പെട്ടിരുന്നു. ബിൻത് ജുബൈൽ ടൗണിലാണ് ആക്രമണം ഉണ്ടായത്. ഒരു ബൈക്കിനും മറ്റൊരു വാഹനത്തിനും നേരെയാണ് ആക്രമണം ഉണ്ടായത്. പിതാവും 3 കുട്ടികളും മരിച്ചവരുൾപ്പെടുന്നു. ഇവരുടെ മാതാവിന് ഗുരുതരമായി പരിക്കേറ്റു. ആക്രമണത്തിൽ ഹിസ്ബുള്ള അംഗത്തെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞു. സംഭവവുമായി ബന്ധമില്ലാത്ത ഏതാനും സിവിലിയന്മാർ കൊല്ലപ്പെട്ടതായും അതിൽ ഖേദിക്കുന്നതായും അത് പരിശോധിക്കുമെന്നും ഇസ്രായേൽ സൈന്യം പറഞ്ഞിരുന്നു. ഇസ്രായേൽ ആക്രമണം തുടരുമ്പോൾ നിരായുധീകരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് പോലും പിഴവാണെന്നായിരുന്നു ആക്രമണത്തിന് പിന്നാലെ ഹിസ്ബുള്ള പ്രതികരിച്ചത്.